ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എൻ ഡി എക്ക്. ഈ പ്രതിപക്ഷ സഖ്യമാകെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ശക്തിയുള്ള എന്ന് കരുതിയ ഒരു പില്ലർ അങ്ങനെ തന്നെ വീണുടഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം അങ്ങനെ തന്നെ തകർന്നു പോയി എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിനൊരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് യഥാർത്ഥത്തിൽ? നിതീഷ് അത്രത്തോളം പോപ്പുലറായ ഒരാൾ തന്നെയായി അവശേഷിക്കുന്നുണ്ടോ ബീഹാർ രാഷ്ട്രീയത്തിൽ? അദ്ദേഹത്തിന്റെ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനം പോലും RJD വലിയ ഒറ്റക്കക്ഷിയായി നിന്നുകൊണ്ട് BJPക്കെതിരെ ഒരു സഖ്യം എന്ന രീതിയിൽ നിതീഷിന്റെ അധികാര ത്വരയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകിയ ഒന്നാണ്. അപ്പോൾ മാത്രമല്ല ഇനി ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ BJPക്ക് വലിയ തോതിൽ നിതീഷ് കുമാറിന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെ കടന്നു കയറുമ്പോൾ തന്നെ JDUവും BJPയുമാണ് വോട്ട് ഷെയർ ചെയ്യുന്നത് എങ്കിൽ അപ്പുറത്ത് RJDക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരണം നേടാൻ കഴിയുമെന്ന് അടക്കമുള്ള ചില സർവേകൾ വന്നിട്ടുണ്ട്. വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്കതോ നിതീഷ് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണോ? അല്ല, ഞങ്ങൾ ആരും പോകുന്നതാണ് നല്ലതെന്നുള്ളൊരു സമീപനം എടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഏറ്റവും സ്വാധീനം കുറവുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കക്ഷികളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ആശയപരമായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. അതിൽ നിതീഷ് കുമാറിനെ അതിനകത്ത് വിശ്വാസത്തിലെടുത്തു എന്നുള്ളത് ശരിയാണ്. നിതീഷ് കുമാറിനെ നോക്കൂ, നിതീഷ് കുമാർ എപ്പോഴും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ RJDയുടെയും മതേതരത്വത്തിന്റെ ഒരു എന്താ പറയുക ഒരു വിട്ടുവീഴ്ചയുടെ ലാഭം കൊയ്ത ആളാണ് നിതീഷ്. ഇവിടെ സൂചിപ്പിച്ചോടെ 45 സീറ്റുള്ളപ്പോഴാണ് 78 സീറ്റുള്ള RJD നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് BJPയെ അകറ്റി നിർത്താൻ ശ്രമിച്ചത്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ്. അപ്പം സ്വാധീനം കുറവാണെങ്കിൽ പോലും ഈ രാജ്യത്ത് BJPയെ അകറ്റി നിർത്തണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ RJDയും കോൺഗ്രസും എല്ലാം ചെയ്യുന്ന ത്യാഗത്തിന്റെ ഗുണഭോക്താവാണ് നിതീഷ്. അതിനപ്പുറം ഒന്നും നിതീഷിന് വലിയ ഒരു താല്പര്യം ഇതൊന്നും അവിടെയില്ല. അങ്ങനെ വലിയ പോപ്പുലർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും RJDയേക്കാൾ കൂടുതൽ സീറ്റ് നേടേണ്ടത് നിതീഷ് ആയിരുന്നല്ലോ. അതുണ്ടായിട്ടില്ല. ഇനി നോക്കൂ, ഷാബു പ്രസാദ് പറയുന്ന പോലെയല്ല. BJPയുടെ വെസ്റ്റ് ബംഗാളിലെ BJPയുടെ MP ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അജയ് ഘോഷ് പറഞ്ഞിരിക്കുകയാണ്, ഇയാളെ വിശ്വാസത്തിലെടുക്കരുത്, ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഇത്തരത്തിൽ അവസരവാദിയായിട്ടുള്ള ഒരാളെ വിശ്വാസത്തിലെടുക്കരുതെന്ന് BJP പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ BJP പോലും അവർക്ക് പോലും ദഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം, അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഓന്തുപോലും തോറ്റുപോകുന്ന നിറമാറ്റം. കഴിഞ്ഞ 11 വർഷക്കാലത്തിനുള്ളിൽ എത്ര പ്രാവശ്യമാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പോഴെല്ലാം ഗുണഭോക്താവുന്നത് നിതീഷാണ്. ആ രീതിയിൽ വലിയ തന്ത്രജ്ഞനാണെന്നോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ എന്താ പറയുക ഒരു ബാർഗെയിനിങ് വിലപേശലിന് മിടുക്കനാണെന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ BJPക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയും അല്ലെങ്കിൽ RJDയെയും ബീഹാറിൽ തകർക്കുക എന്ന ലക്ഷ്യത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെയും RJDയുടെയും BJPയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിനും ഇരയായി മാറുന്ന അല്ലെങ്കിൽ ഗുണഭോക്താവായിട്ട് മാറുന്നത് നിതീഷ് കുമാറാണ്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയമല്ല. ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് മുഴുവൻ മതേതരത്വം ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് ശക്തമായ പക്ഷെ ആ മുന്നണി അത്ര പോരാ എന്നുള്ളതാണ് JDUവിന്റെ ഭാഗത്ത് നിന്ന് ആകെ പുറത്തു വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ആ പ്രതികരണം പക്ഷേ നിതീഷ് ആദ്യമായിട്ടല്ല. നിതീഷ് ഇങ്ങനെ പോയാൽ പോരാ എന്ന മുന്നറിയിപ്പുകൾ ചിലത് നൽകുന്നുണ്ടായിരുന്നു നേരത്തെയും. മാധു, അതൊന്നും അല്ലല്ലോ ആ മുന്നണിയുടെ യോഗത്തിനകത്തും അദ്ദേഹത്തിന് പറയാൻ കഴിയാവുന്ന എല്ലാ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങളോട് എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്? എന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ട് ഞാൻ ഈ തീരുമാനമെടുക്കുന്നു എന്ന് സ്വന്തം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? അത് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? അതില്ലല്ലോ. അദ്ദേഹം പകരം എന്താ പറയുന്നത്? എല്ലാം ശരിയല്ല എന്നുള്ള. എല്ലാം ശരിയാവില്ലല്ലോ. 28 പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് വന്നുകൊണ്ട് ഒരു കോമൺ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തകൾ ഉണ്ടാവും, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ബാധ്യതപ്പെട്ട ഈ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിന് ഒരു നേതൃപങ്ക് വഹിച്ച ആളാണ് നിതീഷ് കുമാർ. അത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മുന്നണിക്കും BJPക്കും എതിരുള്ള രാഷ്ട്രീയത്തിന് കോൺഗ്രസും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന അമിത പ്രാധാന്യമാണ്. പക്ഷെ ആ അമിത പ്രാധാന്യത്തിൽ നിന്നുകൊണ്ട് പോലും അതിനപ്പുറം ഈ അധികാരവും പണവുമാണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് അദ്ദേഹം ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനപ്പുറം